ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ദില്ലിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കള്ളക്കേസിന്റെ പേരിലാണ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചതെന്നും പ്രമേഹ രോഗിയായ കെജ്രിവാളിന് ജയിലിൽ ഇൻസുലിൻ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്നും സുനിത ആരോപിച്ചു. നാളെ പടിഞ്ഞാറൻ ദില്ലിയിലും തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ പ്രചാരണങ്ങളിലും സുനിത പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം കിഴക്കൻ ദില്ലിയിൽ നടന്ന റോഡ് ഷോയ്ക്ക് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ നേതൃത്വം നൽകി. കിഴക്കൻ ദില്ലിയിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോ ആം ആദ്മി പാർട്ടിയുടെ ശക്തി പ്രകടനമായി മാറി. ദില്ലി മുഖ്യമന്ത്രിയും തന്റെ ഭർത്താവുമായ കെജ്രിവാളിനെ കള്ളക്കേസിന്റെ പേരിലാണ് ജയിലിൽ അടച്ചതെന്നും ജാമ്യം പോലും ലഭിക്കാതിരിക്കാനാണ് ED ശ്രമിക്കുന്നതെന്നും സുനിത ആരോപിച്ചു. പ്രമേഹ രോഗിയായ കെജ്രിവാളിന് ജയിലിൽ ഇൻസുലിൻ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണെന്നും സുനിത പറഞ്ഞു. ऐसे तो इनकी 300 से ऊपर शुगर पहुंच गई, ऐसे तो इनकी किडनी, लीवर सब खराब हो जाएगा. क्या ये केजरीवाल जी को जान से मारना चाहते हैं? നാളെ പടിഞ്ഞാറൻ ദില്ലിയിൽ നടക്കുന്ന റോഡ് ഷോയിലും സുനിത പങ്കെടുക്കും. ദില്ലിക്ക് പുറമെ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലും സുനിത ആം ആദ്മി പാർട്ടിക്കായി പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകും. ഗുജറാത്തിൽ പാർട്ടിയുടെ താരപ്രചാരകയായി സുനിതയെ AAP നേരത്തെ നിശ്ചയിച്ചിരുന്നു. ഗുജറാത്തിൽ 2 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്. സുനിതയുടെ പ്രചാരണത്തിലൂടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ചലനമുണ്ടാക്കാനാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലും ജാർഖണ്ഡിലും ഇന്ത്യ മുന്നണി നടത്തിയ റാലിയിലും സുനിത പങ്കെടുത്തിരുന്നു. കെജ്രിവാളിന്റെ അസാന്നിധ്യത്തിലും BJPക്കെതിരെ ശക്തമായ പ്രചാരണ പരിപാടികളാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെയും BRS നേതാവ് K കവിതയുടെയും കസ്റ്റഡി കാലാവധി 14 ദിവസത്തേക്ക് നീട്ടിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.